അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ അച്ചാറിടാണ് കേട്ടോ. കാറ്ററിംഗ് വർക്കാണ്. 2 കിലോ നെല്ലിക്ക അച്ചാറിടലും അതുപോലെ തന്നെ 1 കിലോ നാരങ്ങ കൊണ്ട് അച്ചാറിടാണ്. ഇത് ഗൾഫിൽ കൊണ്ടുപോകാൻ നല്ലതാണ്. അപ്പോൾ എന്നും പറയണമായി തന്നെ നമ്മൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം കേട്ടോ. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. എന്താ ചോദിച്ചാൽ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മൾ അടുത്ത പെരയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇരുന്നുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഓല് കേൾക്കുമ്പോൾ ഒരു മോശമല്ലേ വെച്ചിട്ട് അങ്ങനെ വീഡിയോ ഇടാത്തതായി. അപ്പം ഇതാ നമ്മൾ നെല്ലിക്കച്ചാർ ഇടുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ നാരങ്ങച്ചാർ ഇടാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ 1 കിലോ നല്ല ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ട്. അതും അതേക്ക് പച്ചമുളകും ഉണ്ട്. ഒരുപാട് പച്ചമുളക് ഇടണം കേട്ടോ. നാരങ്ങച്ചാറൊക്കെ നല്ല ചൊടിയുമാണ്. അതുപോലെ തന്നെ ആ കയ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മളിതാ നല്ല ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ട്. അത് കഴുകിങ്ങാണ്ട് ഒരു ഓട്ടപാത്രത്തിലാണ് വാരി വെച്ചാൽ വെള്ളമൊക്കെ നല്ലോണം വാരണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അച്ചാറിടാൻ നേരത്തെ ഇതിന് വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോട്ടൻ്റെ സീലെടുത്തുകൊണ്ട് നല്ലോണം തുടച്ചിടുക. അതുപോലെ തന്നെ പച്ചമുളക് കേട്ടോ. അങ്ങനെ കുളി കഴിയണതിൻ്റെ മുന്നേയാണ് ഈ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ചെയ്ത് വെച്ചാൽ അതിൽ ഉപ്പും മുളകൊക്കെ നല്ലോണം ഇങ്ങോട്ട് പിടിച്ചോട്ടെ വെച്ചിട്ടാണ് ഈ പണി ചെയ്യണത്. പിന്നെ അത് 1 നാരങ്ങ ഞാൻ 8 കഷ്ണാക്കുന്നുണ്ടോ. ചിലവരൊക്കെ 2 കഷ്ണക്കാരം, അതൊക്കെ നമ്മളെ ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ 8 കഷ്ണാക്കണം. എന്താ വെച്ചാൽ നല്ല എരിയൊക്കെ ഉള്ളിൽ നല്ല പിടിച്ചോട്ടെ വെച്ചാണ് ഈ പരിപാടി ചെയ്യണത്. അപ്പോൾ ഇതാ നുറുക്കൽ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൊടുന്ന പച്ചമുളകിൽ 3/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കുത്തിച്ചതച്ചിങ്ങനെ നേരം കഴിച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ ഇനി നമുക്കൊരു പാത്രത്തിൽ കിട്ടുങ്ങാണ്ട് നേരാക്കി എടുക്കണം. അപ്പോൾ ഒക്കെ ഒന്നും ഇങ്ങോട്ട് സെറ്റാക്കിങ്ങാണ്ട് പേസ്റ്റൊക്കെ ഇവിടുന്ന് ഒഴിവാക്കല്ല പുറപ്പാടാണ്. ഇപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് അതൊരു പാത്രത്തിൽ ഇടുക. അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇടുക. എന്നിട്ട് ലേശം ഉപ്പിട്ടുങ്ങാണ്ട് നല്ല കൈ കൊണ്ടൊന്നും ഇങ്ങോട്ട് തിരുമ്പി പിഴിഞ്ഞിതാക്കുക. പിന്നെ എന്താ വെച്ചാൽ തിരുമ്പാൻ നിൽക്കണതിന് മുന്നേ ആയതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യുമ്പോൾ നല്ല എരി പിടിച്ചാലേ അത് പോയി കിട്ടൂല. എത്ര ഉപ്പും പുളിങ്ങിട്ടാലും കൈ ചിലപ്പോൾ ഒരു ചുട്ട് നീറലുണ്ടാവും. അപ്പോൾ അന്ന് അങ്ങനെ ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് കൈ കഴുകിയാലും പിന്നെ നമ്മൾ തിരുമ്പാനുണ്ട്. അതൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മളെ കയ്യുമ്മത്തെ നീറ്റലൊക്കെ പൊയ്ക്കോട്ടെ. ഉപ്പിട്ടുങ്ങാണ്ട് ഇങ്ങനെ കുടഞ്ഞുങ്ങാണ്ടാവണേക്കാട്ടും നല്ലതാണ് ഒന്ന് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കുക. എന്നാൽ ആ എരിയൊക്കെ നല്ലത് പിടിച്ചോട്ടെ. മുളക് ആദ്യം തന്നെ ഇട്ടിട്ട് കൈ കൊണ്ട് ഒന്നും ഇങ്ങനെ ഞൗണ്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ പരിപാടി ചെയ്തേക്കണ്. അപ്പം ഇനി ഇതിവിടെ ഇരുന്നോട്ടെ, ഇരുന്നിട്ട് സെറ്റ് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് അച്ചാറിടൽ ചിജണത് കേട്ടോ. പിന്നെ വെള്ളമൊന്നും കളയരുത് കേട്ടോ. ഇനി തുറക്കുമ്പോൾ വെള്ളം നമ്മൾ ചിലവിൽ ഞാൻ ഊറ്റി കളയില്ല. അപ്പം ഞാൻ നല്ല ദമ്മാക്കി അടച്ച് വെക്കണം കേട്ടോ. പിന്നെ ഇതാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അസറിന് ശേഷം അത് തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ലേശീച്ച വെള്ളം വന്നിട്ടുണ്ടല്ലോ. അപ്പം ഇനി നമുക്ക് അച്ചാറിടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. പിന്നെ ഞാൻ നാരങ്ങയൊന്നും വാട്ടിയിട്ടില്ല, വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല. നമ്മൾ നല്ലെണ്ണയിലാണ് കേട്ടോ നാരങ്ങ അച്ചാറിന്. നല്ല അടിപൊളി നല്ലെണ്ണയാണല്ലോ. നല്ലെണ്ണയിൽ അച്ചാറിടുകയാണ് നല്ലത്. വെളിച്ചെണ്ണേക്കാട്ടും നല്ലതുമാണ്. പിന്നെ കുറേ കാലം കേടേരാതെ ഇരിക്കുകയും ചെയ്യും. അപ്പം നല്ലെണ്ണ കുറച്ച് തോനെ തന്നെ പാരുക. എന്നിട്ട് അതിൽ കടുക് ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ഈ മൂപ്പിച്ചുങ്ങാണ്ട് നല്ലൊരു മുരിക്കനാണ് വരും വേണ്ട. എന്നാൽ കളറൊന്ന് മാറി കിട്ടും വേണം. ആ അവസ്ഥയിലാകുമ്പോൾ നമുക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാണ്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂണ് മുളകും പൊടി ഇട്ട്, അത് നല്ല എരിവില്ല മുളകും പൊടിയാണ്. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് അച്ചാർ പൊടി ഇടുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, തീരെ നല്ല കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞുങ്ങാണ്ടാവും. അപ്പോൾ 1 കിലോ നാരങ്ങയ്ക്കാണ് ഒരു പാക്കറ്റ് അച്ചാർ പൊടി എടുത്തിട്ട് തീ കുറച്ചിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ അളക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ നിന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എണ്ണയിൽ കടന്ന് ഇതാവുമ്പോൾ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് വരാണ്ട്. അങ്ങനെ മസാല ഒക്കെ റെഡി ആയപ്പോൾ എനിക്ക് തോന്നി ഇനി നാരങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ചട്ടി ഇങ്ങോട്ട് നിറഞ്ഞു വരും. അപ്പം നമുക്ക് അളക്കാൻ കഴിയൂല കേട്ടോ. അതാണ് പാത്രം മാറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഉപ്പ് തിരുമ്പിയ നാരങ്ങ തീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു കാര്യം മറന്നു, ലേശം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കണം എന്ന് കരുതിയിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ലേശം സുർക്കയിൽ ലേശം കാശ്മീർ മുളക് പൊടി ഉണ്ട് അവിടെ കലക്കി വെച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് പാർന്ന് കൊടുക്കണം. കാരണം മസാലയും നാരങ്ങയും പാടെ മിക്സ് ആയതിൻ്റെ ശേഷമാണ് അത് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഈ കാശ്മീർ മുളക് പൊടി ഇല്ലെങ്കിൽ വെളുത്തുങ്ങാണ്ട് ഇങ്ങനെ ആവും. ചെറുനാരങ്ങ അങ്ങനെ ആയാലും മഞ്ഞ കളറല്ല, അതിനൊരു കളർ വ്യത്യാസം വന്നോട്ടെ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം നമ്മൾ അച്ചാറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബാക്കി സുർക്ക തന്നെ പാർന്നു കൊടുത്തിട്ടുണ്ട്. വെള്ളം ലേശം പാരേണ്ട ഒരു ആവശ്യമില്ല.
അപ്പം നല്ല കുറുന്നനല്ല അച്ചാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെറിയ തീയിൽ കുറച്ച് നേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നാരങ്ങൻ്റെ തോലൊക്കെ ഒന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ആ പരിപാടി ചെയ്യണത്. പിന്നെ നമ്മൾ നെല്ലിക്കച്ചാർ നെല്ലിക്കച്ചാർ ഇന്നലെ ഇട്ടതാണ്, അത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നെല്ലിക്ക് ഇതുപോലെ തന്നെ കേട്ടോ, ഒന്ന് വേവിച്ചാതെയാണ് അച്ചാറിട്ട് നുറുക്കിങ്ങാണ്ട് എന്ത് ചെയ്തു 2 ദിവസം കല്ലുപ്പ് തിരുമ്പിങ്ങാണ്ട് അങ്ങനെ അടച്ച് വെച്ചിരിക്കുന്നു. അതിൻ്റെ ശേഷമാണ് ഇത് അച്ചാറിട്ടത്. അതും നല്ലെണ്ണ കൊണ്ട് തന്നെയാണ്. നമ്മളെപ്പോഴും അച്ചാറിടാൻ യൂസ് ചെയ്യേണ്ടത് എന്താ, നല്ലെണ്ണയാണ് നല്ലത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ലെണ്ണ ആകുമ്പോൾ കേടരൂല. പിന്നെ അതുമല്ല നല്ലെണ്ണ കുറച്ച് കൂടുതൽ പാര്. നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാലും അതിൻ്റെ മേലെ എണ്ണപ്പാറൽ ഇങ്ങനെ ഉണ്ടെങ്കിലുള്ളൂ നമ്മൾ അച്ചാറ് പൂക്കാതിരിക്കുക, അല്ലെങ്കിൽ എളുപ്പമുണ്ട് അച്ചാറ് പൂക്കാൻ. അപ്പോൾ നമ്മൾ അച്ചാറുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറി കിട്ടണം കേട്ടോ. നാരങ്ങച്ചാറ് നെല്ലിക്കച്ചാറ് നല്ല ചൂടാറിയിരിക്കണു, നാരങ്ങച്ചാറ് ചൂടാറണം. അത് വെള്ളത്തിൽ വെച്ചുകൊണ്ട് ചൂടാറ്റിയാൽ ഒരു രസം ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്. ഇതിവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് പോയാൽ എന്തേലും ചാടി കഴിഞ്ഞാൽ നമ്മളറിയില്ല. അങ്ങനെ കുറുന്നനാവുമ്പോൾ ഇടങ്ങറാണല്ലോ. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നുങ്ങാണ്ട് ഇങ്ങനെ ഇളക്കിങ്ങാണ്ട് ഒന്ന് ചൂടാറ്റാണ്. അതിൻ്റെ ശേഷം ഇനി ഇത് കുപ്പിയിലാക്കിയാലേ ഉള്ളൂ നമ്മളെ പരിപാടി കഴിഞ്ഞല്ലോ. നെല്ലിക്കച്ചാറ് വെള്ളം പോലെയാണ്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ അച്ചാറ്. പിന്നെ അതുമല്ല നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു വർക്കും പാടെ കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ലേസമുള്ളൂ കേട്ടോ, ബീഫ് വെച്ച് കൊടുക്കാണ്ട്. അതെങ്ങനെയായാലും നാളേക്കൊക്കെയാണ്. അപ്പം ഇന്നും വീഡിയോ ഇട്ടില്ല, നിങ്ങളെന്താണ് വീഡിയോ ഇടാത്തത് എന്നുണ്ടാവുമല്ലോ. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത് അറിയണോലും അറിയാത്തോലും ചോദിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളെ വീഡിയോ കാണാനും കുറച്ചേലും ആൾക്കാരുണ്ടായതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അപ്പം നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അളക്കൊക്കെ മൂറിയിട്ട് കൗത്തി വെച്ചിട്ടുണ്ട്. ഇത്തിരി വെള്ളം പോലും പറ്റൂല അളക്കിലൊക്കെ. അപ്പം നല്ല കഴുകിങ്ങാണ്ട് ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകി തുടച്ചുണ്ടാക്കി അവിടെ കൗത്തി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതൊക്കെ ഒരു കുപ്പിയിലാക്കിങ്ങാണ്ട് അവിടെ വെച്ചാൽ ബാക്കിയില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കുപ്പിയിലാക്കി വെക്കാമല്ലോ. അതിനുള്ള പുറപ്പാടാണ് കേട്ടോ. നാരങ്ങ ഇനിയും ചൂടാറാനായിട്ട്, നാരങ്ങ വല്ലാത്ത ആവി ഇങ്ങനെ വന്നുങ്ങാണ്ടിരിക്കുകയാണ്. ചൂടാറിയൊന്നും തൊട്ട് നോക്കുമ്പോൾ ചൂടാറിയിട്ടില്ല. അപ്പം നെല്ലിക്ക ആദ്യം കുപ്പിയിലാക്കി, പിന്നെ ഇത് അവിടെ അങ്ങനെ ഇരിക്കും. അങ്ങനെ ചൂടാറിയതിൻ്റെ ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചു. എന്നിട്ട് രാത്രിയിൽ ഇശാസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി ചെയ്തത് കേട്ടോ. പിന്നെ ഹെർബാലൈഫിൻ്റെ ന്യൂട്രീഷൻ കുടിച്ചുകൊണ്ട് അളക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമുക്ക് എവിടേക്കും കൊണ്ടുപോകാം കേട്ടോ. ഒരിത്തിരി പോലും ഇതിന് പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഹോർലിക്സ് കുപ്പിയാണെങ്കിലും ബൂസ്റ്റും കുപ്പിയൊക്കെ ആണെങ്കിൽ അതിക്ക് അച്ചാറാക്കിങ്ങാണ്ട് നമ്മൾ അടച്ച് വെച്ച് ഒന്നും ഇങ്ങോട്ട് ചെരിച്ച് വെച്ചാൽ അതിൻ്റെ എണ്ണയുടെ ഇതൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ വലിയ ഇതുണ്ടാവില്ല. പിന്നെ അതുപോലെ നമ്മൾ ഡ്രസ്സിൻ്റെ ഒക്കെ ഇടയിലിട്ടിട്ട് ഇതാക്കുമ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ നിറച്ച് അച്ചാറാവും. ഈ അളക്കാവുമ്പോൾ നല്ല സുഖമാണ്. അച്ചാറായാലും എന്തായാലും കൊണ്ടുപോകാൻ കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് അളക്ക് ഇരിക്കണോണ്ട് നല്ല സുഖമാണ്. അത് നല്ല കഴുകി തുടച്ചുകൊണ്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം ഇരിക്കും ചെയ്യും. പിന്നെ നമ്മൾ ഇപ്പോൾ എല്ലാവരോടും ഫ്രിഡ്ജ് ഉണ്ടല്ലോ. അപ്പോൾ ലേസർ ചെറിയ അളക്കൊക്കെ ആക്കിങ്ങാണ്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചായിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം കൂട്ടും. ഇനിയിപ്പോൾ 2 മാസമായാലും 3 മാസമായാലും. നാരങ്ങച്ചാറൊക്കെ ഒരുപാട് ദിവസം ഇരുന്നിട്ട് കൂട്ടണം. കാരണം അങ്ങോട്ട് ഇട്ട് നാളെ തന്നെ കൂട്ടുമ്പോൾ അതിൻ്റെ ഇത് കിട്ടൂല കേട്ടോ. എല്ലാ അച്ചാറിനും ആയില്ല. മാങ്ങയൊക്കെ ഇന്നിട്ടിട്ട് നാളെ കൂട്ടുമ്പോൾ ഇതാണ്. എന്നാലും നാരങ്ങച്ചാറ് ആ കയ്പ്പും സുർക്കൊക്കെ ഉണ്ട് ഒരുമിച്ച് പിടിച്ച് നല്ല ഇത് കിട്ടണമെങ്കിൽ എങ്ങനെ ആയാലും ഒരു 2 മാസമായാലും 3 മാസമായാലും നമ്മൾ അച്ചാർ എത്രയും കാലം ഇരിക്കും കേട്ടോ. അതാണ് ഇതിലുള്ളത്. കാരണം നമ്മളൊരു വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല, വെറും സുർക്കയിലുള്ള പരിപാടിയാണ്. അതുമല്ല വെള്ളം പോലെയല്ല, നല്ല കട്ടിയോടുക്കനെയാണ് ഇട്ടിക്കണത്. അപ്പോൾ നമുക്ക് സുഖമാണല്ലോ. പിന്നെ അതുമല്ല നമുക്ക് വേണ്ടത് ചെറിയൊരു അളക്കൊക്കെ എടുത്തിട്ട് ബാക്കി അവിടെ ഭദ്രമായാണ് പാത്തച്ചമ്മ. ഇനി ഒരു കൊല്ലം വരെ ഇരുന്നാലും നാരങ്ങച്ചാറൊക്കെ രസം കൂടിങ്ങാണ്ട് വരികയുള്ളൂ, രസം കുറഞ്ഞിട്ടല്ല വരിക. അപ്പം അതെങ്ങനെയായാലും ഒരു കുപ്പിയിലാണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നെല്ലിക്കയും പാടെ കുപ്പിയിലാക്കിങ്ങാണ്ട് എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് കടക്കാൻ. അല്ലെങ്കിൽ ഇത് ഈ വീതനം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ തിരക്ക് കുടിച്ച് നീച്ച് വന്ന് വടുക്കരി പണി എടുക്കുമ്പോൾ ഇത് ആദ്യം കുപ്പിയിലാക്കേണ്ടി വരും. അതിനാണ് ഇന്ന് തന്നെ കുപ്പിയിലാക്കി വെക്കുന്നത്. ഇനി നേരം വെളുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കിങ്ങാണ്ടും ഇതാക്കിങ്ങാണ്ടും ആയിക്കൊന്നും ആവണ്ടാച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യണത്. അപ്പം ഇനി ഇതാ നെല്ലിക്ക എങ്ങനെയായാലും കണ്ടറിഞ്ഞിട്ടുണ്ട്. 2 കിലോനല്ലേ. അപ്പോൾ അത് 3 കുപ്പിയൊക്കെ ഉണ്ടാവിച്ചിട്ടാണ് 3 കുപ്പി കഴുകി തുടച്ച് വെച്ചിട്ടില്ലേ. ഇനി ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മളെ വീഡിയോക്ക് ഇന്നലത്തേന് ലൈക്കൊക്കെ കാണാണ്ട് കേട്ടോ. വ്യൂസ് വളരെ കമ്മിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. നമ്മളെ വീഡിയോക്ക് ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനി അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് മൂലയുടെ ചിലവും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ തിരക്കും കാര്യത്തിലൊക്കെ കാരണം
ഇൻഷാ അല്ലാ നാളെയും വീഡിയോ ഇടണം എന്ന് കരുതുന്നുണ്ട്. ഇനി എന്തായാലും നിങ്ങളെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അറിയിക്കട്ടോ. അങ്ങനെ നെല്ലിക്ക 3 കുപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി 3 കുപ്പി നല്ലപോലെ അടച്ച് വെക്കുക. രണ്ടിലും ലേസീച്ച ബാക്കിയുണ്ട് കേട്ടോ. അതെങ്ങനെയായാലും ഞമ്മക്കില്ല അച്ചാറാണ് കേട്ടോ. അത് നമുക്കൊരു കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം കൂട്ടാലോ. പിന്നെ ഇവിടെ അച്ചാർ ചോറ്റക്കൊന്നുമല്ല കുട്ടികൾ കൂട്ടുക, വെറുതെ ഇരുന്ന് കണ്ട് കൂട്ടുക. പിന്നെ നാരങ്ങച്ചാർ വലിയ ചിലവ് മക്കൾക്ക് ഉണ്ടാവില്ല. നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയേക്ക് ഒരു പാത്രത്തൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ കൂട്ടൽ തുടങ്ങിയതാണ്. അപ്പം 3 കുപ്പിയിൽ നെല്ലിക്കച്ചാറാക്കിയിട്ടുണ്ട്, ഒരു കുപ്പിയിൽ നാരങ്ങച്ചാറും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബാക്കി ഞമ്മക്കുള്ളതാണ്. കണ്ടില്ല നിങ്ങൾ, ഇതിലേക്ക് ഒരു 3/4 കുപ്പിയോളുണ്ട് നെല്ലിക്ക. കാരണം വെള്ളമാണ് കൂടുതൽ, കഷ്ണങ്ങളെല്ലാം. പിന്നെ ഇനി നമുക്ക് ചെറിയൊരു കുപ്പിക്ക് നാരങ്ങ ഉണ്ടാക്കി വെച്ചാൽ മതി എന്നുള്ളൂ. അപ്പം അതിന് ഇനി ഒരു കുപ്പി ഇപ്പം ഞാൻ കഴുകി തുടച്ചിട്ടുള്ളൂ കേട്ടോ. നേരത്തെ തന്നെ കഴുകി തുടച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നാരങ്ങ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. അത് പിന്നെ കഴുകി തുടച്ചത് അവിടെ ഇരുന്നിരുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി നാരങ്ങച്ചാറ് ബാക്കിയുള്ളതൊന്ന് കാണിച്ച് തരാം കേട്ടോ. കണ്ടില്ലേ, നാരങ്ങച്ചാർ ഇത്ര ബാക്കിയുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു കുപ്പിക്ക് ആക്കി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ ചട്ടിക്ക് തന്നെ ലേശം ചോറിട്ടാണ് കുഴച്ച് തിന്നണം വെച്ചിട്ട്, ആ മസാല കളയാനാവൂല വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചട്ടിയിലൊക്കെ ചോറിട്ട് തിന്നണത്. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം നമ്മളെ വീഡിയോക്ക് ലൈക്ക് വളരെ കമ്മിയാണ്. ഇന്നലത്തെ വീഡിയോക്ക് പിന്നെ ലൈക്ക് ഉണ്ട് കേട്ടോ, വ്യൂസ് പറ്റേ കുറവാണ്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ലൈക്ക് ചെയ്യരുത് കേട്ടോ. ആദ്യം തന്നെ ലൈക്ക് ചെയ്താൽ അത് സ്പാമായി പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്. അപ്പോൾ ഒന്നും പാടെ പറയുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.